ഹലോ. അപ്പൊ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഫ്രോണ്ടൽ ലോബിന്റെ റോള്, അതുപോലെ തന്നെ ഹൈപ്പോ തലാമസിന്റെ റോള്, ഫങ്ഷൻ ഓഫ് ലിംബിക് സിസ്റ്റം, അതുപോലെ തന്നെ റിവാർഡ് സെന്ററും പണിഷ്മെന്റ് സെന്ററും, ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. ഇനി ഇതിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് റേജ്. അപ്പൊ എന്താണ് റേജ്? റേജ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം ആങ്കറോട് കൂടിയിട്ടുള്ള ഒരു വയലന്റ് ആൻഡ് അഗ്രസീവ് ബിഹേവിയർ ആണ് റേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പണിഷ്മെന്റ് സെന്ററിലെ ചില പാർട്സ് സ്ട്രോങ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഒരു ബിഹേവിയർ ആണ് റേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു എനിമലില് പണിഷ്മെന്റ് സെന്റർ ആയിട്ടുള്ള പെരിവെൻട്രിക്കുലർ സോൺ ഹൈപ്പോ തലാമസും അതുപോലെ തന്നെ ലാറ്ററൽ ഹൈപ്പോ തലാമസും സ്ട്രോങ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തപ്പോൾ അവർ കാണിക്കുന്ന ചില ബിഹേവിയേഴ്സ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു ഡിഫൻസ് പോസ്ചർ, അതേപോലെ അവരുടെ ക്ലോത്ത്സ് ഒക്കെ ഭയങ്കരമായിട്ട് എക്സ്റ്റെൻഡ് ആവുക, അതുപോലെ തന്നെ സ്പിറ്റ് ചെയ്യുക, പിന്നെ അവരുടെ വാലൊക്കെ പൊന്തുക, ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ഒക്കെ അവരിൽ നിന്ന് കാണാൻ സാധിച്ചു. അപ്പം ഒരു പണിഷ്മെന്റ് കിട്ടിയിരിക്കുന്ന ഒരു എനിമല് ഏകദേശം ഈ ഒരു ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു ടൈമില് നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രൊവോക്കേറ്റ് ചെയ്താൽ പോലും അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുള്ള റേജ്. ഇനി അടുത്ത ടോപ്പിക്കാണ് പ്ലാസിഡിറ്റി ആൻഡ് ടേംനെസ്. പിന്നെ പ്ലാസിഡിറ്റി ആൻഡ് ടേംനെസ് നമ്മുടെ റിവാർഡ് സെന്റർ ജസ്റ്റ് സ്ട്രോങ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്താൽ കാണിക്കുന്ന ബിഹേവിയേഴ്സ് ആണ് പ്ലാസിഡിറ്റി ആൻഡ് ടേംനെസ് എന്നുള്ളത്. അപ്പോൾ ഈ മൊഡ്യൂളിലെ ഫൈനൽ ടോപ്പിക്കാണ് ഫങ്ഷൻ ഓഫ് അമിഗ്ഡാല. നമ്മുടെ ബ്രെയിനിലെ ടെമ്പറൽ ലോബിന്റെ ഇടയിലായിട്ട് ഉള്ള ഒരു ആൽമണ്ട് ഷേപ്ഡ് സ്ട്രക്ചർ ആണ് അമിഗ്ഡാല എന്നുള്ളത്. ഈ അമിഗ്ഡാല ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് ഫിയർ, അഗ്രഷൻ പോലുള്ള ഇമോഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ അമിഗ്ഡാല എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫങ്ഷൻ മാത്രമുള്ള സ്ട്രക്ചർ അല്ല, മറിച്ച് ഒരു 3 ക്ലസ്റ്റർ ഓഫ് ന്യൂക്ലി അതിലുണ്ട്. അമിഗ്ഡാലേന്റെ പല പാർട്സും വെറൈറ്റി ഓഫ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് മോട്ടിവേഷൻ, മെമ്മറി, ഇതുപോലുള്ള പ്രോസസ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അമിഗ്ഡാല ബ്രെയിനിലെ പല ന്യൂമറസ് ഏരിയാസിലോട്ടും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് ഫ്രോണ്ടൽ ആൻഡ് ടെമ്പറൽ കോർട്ടെക്സ്, അതേപോലെ ഓൾഫാക്ടറി ബൾബ് ആൻഡ് കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ, ഹൈപ്പോ തലാമസ്, ഇതിലോട്ടൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ക്ലൂവർ ആൻഡ് ബീസിന്റെ ഫൈൻഡിങ്സിൽ നമുക്ക് കാണാൻ സാധിച്ചത് അമിഗ്ഡാലയിലെ ഒരു ലീഷൻസ് സംഭവിക്കുമ്പോൾ അതൊരു സപ്പോർട്ട് തരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അമിഗ്ഡാലയ്ക്ക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. ഈ അമിഗ്ഡാലയിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമോഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ലൈക്ക് ഫിയർ, അഗ്രഷൻ, ആൻസൈറ്റി, ഇതുപോലുള്ള ഇമോഷനൊക്കെ കുറയാൻ തുടങ്ങും. ഈ അമിഗ്ഡാലേന്റെ 2 പാർട്ടിലും ലീഷൻസ് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഈ റേസസ് മങ്കീസ് അൺഫെമിലിയർ മങ്കീസിനോട് സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്നതാണ്. സാധാരണ ഈ റീസസ് മങ്കീസ് അങ്ങനെ അൺഫെമിലിയർ മങ്കീസിനോടൊന്നും ഇന്ററാക്ട് ചെയ്യില്ല. പക്ഷെ ഈ ലീഷൻസ് സംഭവിച്ചപ്പോൾ നമുക്കത് കാണാൻ സാധിച്ചത് അവർ ഭയങ്കരമായിട്ട് സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് പറയാൻ സാധിക്കും ഈ ലീഷൻസ് ഉണ്ടാക്കിയപ്പം അവരുടെ അല്ലാത്ത ക്യാരക്ടേഴ്സ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അമിഗ്ഡാലയ്ക്ക് നെഗറ്റീവ് ഇമോഷന്റെ പ്രോസസ്സിങ്ങിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്.